ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഓട്ടട ഉണ്ടാക്കാമെന്ന് വെച്ച് കുറച്ച് ഗോതമ്പ് മാവ് കുഴച്ചുകൂടെ വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള തേങ്ങ ഇവിടെ ചിരകി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര അരിഞ്ഞ് ചേർക്കാം. എന്നും ദോശ ഇഡ്ഡലിയൊക്കെ ആയാലും മടുത്തു പോവുകയില്ലേ, അതുകൊണ്ട് ഇടയ്ക്കൊരു വെറൈറ്റിക്ക് വേണ്ടി ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ഇത്രയും ശർക്കര മതി. ശർക്കരയൊക്കെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം തേങ്ങയുമായിട്ട്. കുറച്ച് ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണം, എന്നാലേ അതിൻ്റെ ഒരു സത്തൊക്കെ ഇറങ്ങി ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. കുറച്ച് ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന കണ്ടോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കാവലിരിക്കുകയാണ്. എനിക്കത് കൊടുക്കുന്നത് വരെ ഇവരിവിടെ ഇങ്ങനെ ഇരിക്കും. നമുക്കിനി ഓട്ടട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനൊരു ദോശപ്പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് ഞാൻ എണ്ണയോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ചെറിയ ചെറിയ ഓട്ടടകളായിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ശർക്കരയും തേങ്ങായും കൂടി ചേർന്ന സംഭവം ഇട്ട് കൊടുക്കാം. വേവും ഇയാളെ നമ്മളൊരു സൈഡിലോട്ടങ്ങ് മാറ്റി വെക്കും. ഇതും നമ്മൾ മറിച്ചിട്ടു. ഇത് നമ്മളൊരു സൈഡിലോട്ട് മാറ്റി വെക്കും. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റേതെല്ലാം കരിഞ്ഞു പോകും. ഇനി നമുക്കിതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിമൊക്കെ കുറച്ച് കൂട്ടി വെക്കാം. ഇത് നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. വാഴയിലയിൽ ഉണ്ടാക്കിയാലും മതി, അത് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും.
രാവിലെ പെട്ടെന്ന് ജോലി കഴിയാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ 2-3 എണ്ണമൊക്കെ ഒരുമിച്ച് ഇട്ടുണ്ടാക്കുന്നത്. നമ്മുടെ ഓട്ടട എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഓട്ടടകളെല്ലാം ചുട്ടെടുക്കാം. അടുത്ത 3 എണ്ണം ഞാൻ അതുപോലെ ആക്കിയിട്ടുണ്ട്. എൻ്റെ പാൻ കുറച്ച് വലിയ പാനാട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര 2-3 എണ്ണമൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. അടുത്ത ഓട്ടടയും റെഡി ആയിട്ടുണ്ട്. ഓട്ടട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് ചെറുതായി ഒന്ന് കളറ് മാറണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഓട്ടടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.